ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതുതന്നെയാണ് പ്രശ്നം. എൻ്റെ ഫാൻസുകാർ വന്നിട്ട് നമ്മൾ രണ്ട് എക്സ്ട്രീമിലാണ്. അപ്പോൾ ഓനെന്തോ എന്നോട് പ്രശ്നമുള്ള പോലെയാണ് എൻ്റെ ഫാൻസ് പറയുന്നത്. ഇങ്ങനെയാണ്, നീ പോരാ, അവനാണ് നല്ലത്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇതിൽ പോയിട്ട് ഞാനാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതൊന്ന് തീർക്കാമെന്ന് വെച്ചിട്ട് അത് ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇത്ര ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാ ഇതിലൊക്കെ വന്നിട്ട് അങ്ങനെ കമൻറ്റ് ഇടുന്നതല്ല. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയണം. അതങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാം. അല്ലേ, ഇതിൽ തന്നെ വിളിക്കാം, യൂട്യൂബിൽ തന്നെ വിളിക്കാം. കേൾക്കുന്നുണ്ടോ? എന്നൊന്ന് കാണണല്ലോ. എനിക്കെന്തോ ഒരു സീനുണ്ട് കേട്ട് എൻ്റെ ഫാൻസുകാരെ വർത്താനൊക്കെ. ഞാനങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ എനിക്കതാ വേണ്ടത്. ഞാനങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ ഫാൻസുകാരൊന്നും ഇടപെടണോ? ആടാ നേരിട്ട് കണ്ട് പറ. ഈ വാ വാ നേരിട്ട് കണ്ട് വാ. ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുപ്രസിദ്ധനായ കുട്ടാപ്പു. പിന്നിലെ ഫാൻസുകാർ, ഇവൻ്റെ ഫാൻസുകാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ രണ്ടാളും എവിടെയോ ആണ് കിടക്കുന്നത്, നിങ്ങൾ രണ്ടാളും അതാണ് അടിയാണ് എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങൾ. നമ്മൾ തമ്മിലൊരു സ്റ്റേജിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബോഡി ബിൽഡിങ് തുടങ്ങുന്നതിന് എത്രയോ മുന്നേ തന്നെ അറിയാം. ഇവനും അവിടെ ജിമ്മിൽ വന്നിട്ടും നമ്മൾ റെസ്ലിംഗ് ചെയ്യാൻ വന്നിട്ടൊക്കെ നമ്മൾ തമ്മിൽ അറിയാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണ്ട. അപ്പം നമുക്ക് ചെസ്റ്റ് എടുക്കും, നമ്മൾ ഒരുമിച്ച് നിങ്ങൾ കാണും. നിങ്ങൾ നമ്മളെ ഒരു സംസാരം കേട്ടാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ശത്രുക്കളാണ്. അതെ, അപ്പോൾ വെറുതെ ഉള്ള മിസ്കോൺസെപ്ഷൻസ് ഒഴിവാക്കുക. നമ്മൾ അത്ലീറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. നമ്മൾ കമ്പനിക്കാരാണ്, മോസ്റ്റ്ലി നമ്മൾ കമ്പനിക്കാരാണ്. ബോഡി ബിൽഡിങ് നമ്മളൊരു രസത്തിന് ചെയ്യാന്നുള്ളൂ. ഓൻ പോസ്റ്റ് ഇടുന്നു, ഞാൻ പോസ്റ്റ് ഇടുന്നു, നമ്മൾ രണ്ടാളും കഞ്ഞി പിടിച്ചു പോകുന്നു. ഇത്ര അതിൻ്റെ ഇടയിൽ ദൈവം ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ജിമ്മിലേക്ക്. ചെസ്റ്റ് വലിയ ശത്രു വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. നമ്മളിന്ന് ചെസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഫസ്റ്റ് പെക്ടക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഒരു 2 സെക്കൻഡ് ഹോൾഡ് സ്ലോ റിലീസ് മെത്തേഡാണ്. വലിയ ഇങ്ങനെ ആർഭാടായിട്ടൊന്നുമില്ല, പക്ഷെ വർക്കൗട്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. സോ നോക്കാം. ഹോൾഡ് ചെയ്ത് നല്ല റിലീസ് ചെയ്യാൻ. നടക്കൂല. റെഡി, ലാസ്റ്റ് സെറ്റ് ആണ്. ഇപ്പോൾ റെഡി, 2 3 ഹോൾഡ് റിലീസ്. തന്നെ ഗുഡ്. 2 യെസ് 3 ബസ്. ജസ്റ്റ് പൊട്ടും വർക്കൗട്ട് എടുത്താൽ. നല്ല പമ്പില്ലേ? നല്ല പമ്പുണ്ട്. 2 എണ്ണം. 1 2 1 2 ഒന്നായി. അങ്ങനെ 4 എണ്ണം. 2 സ്ലോ റെപ്പ് 2 ഫാസ്റ്റ് റെപ്പ്. അതൊരു റെപ്പ്. അതാണ് കളി. ഇതിപ്പോ ഒരു സെറ്റ് 2 സ്ലോ റെപ്സും 2 ഫാസ്റ്റും. അതൊന്ന് അങ്ങനെ 4 എണ്ണം സ്ലോ ആയിട്ട് ഇറക്കുക. റെഡി, സ്ലോ ആയിട്ട് 2 എണ്ണം, ഫാസ്റ്റ് ആയിട്ട് 2 എണ്ണം. ഗുഡ്. 1 2 നൈസ്. 1 2 യെസ്. ഇങ്ങനെ പിടിക്കുമ്പോളേ ഇങ്ങനെ ഇത് മാറ്റിട്ട് സുഖ. സൂയിസൈഡ് ഗ്രിപ്പ് അല്ലേ? സൂയിസൈഡ് ഗ്രിപ്പ് റിസ്ക് ആണ്. സൂയിസൈഡ് ഗ്രിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി. എന്നാ പണ്ടത്തെ ജിമ്മിന്ന് കളിക്കുക, സ്കൾ ക്രഷ് അടിക്കുക. വേനൽക്കാലത്താ നല്ലോണം വേർത്തുക്കുന്ന കൈ. 15 ചാട്ട്. പിന്നെ ബാറിന്റെ വെയിറ്റും ഉണ്ടാവും. ഇങ്ങനെ എടുത്ത് ഇവിടെ എത്തി നേരെ ഇവിടുന്ന് വിട്ട് നെഞ്ഞത്ത് വീണ് നേരെ കൈത്തുമ്മല് വീണ് 5 വരുമ്പോ ഇവിടുന്ന് കറച്ച് കല്ലിച്ചാടണം ലൈനില്.
എന്താ പൊട്ടിയോ? ഇല്ല, അപ്പുറത്തും തൊട്ടടുത്ത് വേറെ എടുത്തുള്ളതുകൊണ്ട് കഴിച്ചില്ലേ? രക്ഷപ്പെട്ടു. ഓൻ വന്ന് എടുത്തന്ന്. അതാണ് നമ്മള് വേർത്തൊക്കെ നിക്കുമ്പോഴേ ഈ തമ്പ് ഒഴിവാക്കി പിടിക്കുന്നതിനാണ് സൂയിസൈഡ് ഗ്രിപ്പ് എന്ന് പറയാ. അതിന്റെ പേരന്ന് തമ്പ് ഇൻസൈഡ് ആക്കി പിടിക്കണം. ആ സൂയിസൈഡ് ഗ്രിപ്പാന്ന് നിൽക്കാന്ന് മനസ്സിലായി. ആ എന്റെ കളിക്കാൻ പറ്റിയില്ല. വെയിറ്റ് എത്ര ഇടയിന്ന്? 10 ഇടാ. 10 വലിയ പ്ലേറ്റ് എടുക്കാം. അത് ചെറുതാ, അത് വലുത്. ഷോഫിനല്ല, കാണാൻ കാര്യത്തിൽ ഞങ്ങള് സംതൃപ്തി. നല്ല ഇന്റൻസിറ്റി ഉണ്ട്. 1 2 1 2 2 സെറ്റ് ചത്ത്. മരിച്ചില്ലേ? ഓ ചത്ത്. നമ്മളിപ്പോ മറ്റേ മെഷീൻ പ്രസ് കഴിഞ്ഞു. ഇൻക്ലൈൻ മെഷീൻ പ്രസ് മറ്റേ 4 സെക്കൻഡ് അല്ലേ എന്തിനാ 4 reps 2 സെക്കൻഡ് ഫാസ്റ്റും 2 rep സ്ലോയും ആണ് എടുത്തത്. ഇനി നമുക്ക് സ്മിത്ത് ചെയ്യല്ലേ. മൂന്നാമത്തെ വർക്കൗട്ടാണത്. മൂന്നാമത്തെ എടാ ഇവിടെ നാച്ചുറൽ സ്ക്വാഡ് തുടങ്ങി വരുമ്പോ ഒരു അൺനാച്ചുറൽ സൗത്ത് സൈഡ് ബോയ്സ് ഇതുണ്ടല്ലോ. ഇങ്ങനട്ടാ അടി കിട്ടൂല. തിരിച്ചിടണം. കണ്ണാടി കാണുന്നുണ്ടോ അടിക്കുമ്പോ? ഒന്നും കാണലന്നല്ലേ അടിക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കല്ലേ പറയാ. പരിപാടി തീർന്നില്ല. ഇനി ഓൾഡ് സ്കൂൾ മെത്തേഡ് ഉണ്ട്. ഒന്നും മനസ്സിലാവില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ്. യെസ്. ഈ ചെറിയ രീതി ഹൈറ്റ് വിടണമെങ്കിൽ ചെറിയ കമ്പി വേറെ. കമ്പി കൊണ്ട് ഒരു കളിയാ. ഇതൊന്ന് നോക്കി നോക്ക് കിട്ടുണ്ടോന്ന്. ലേശം ബാക്കിലേ വരണം. ബാക്കോട്ട്. ഓക്കെ. കറക്റ്റല്ലേ? വെയിറ്റ് ഇട്ടോ എത്ര? 10 കൂടെ ഇടാ. ഇതിന്റെ മുകളിൽ 5. ആ ഓന്റെ സാമ്രാജ്യമാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കാൻ അറിയില്ല. വലിയൊരു ജിമ്മ് ഓനുണ്ട്. ഇതിൽ കൊടുത്ത 3 sets 8 rep. 8 rep നടത്തിയുള്ളൂ. എന്നാ കുറച്ചുകൂടി ലോഡ് ഇടേണ്ടി വരും. 1 2 3 4 1. ഓ ലോഡ് ഉണ്ട് അല്ലേ? അടുത്ത നാച്ചുറൽ സ്ക്വാഡ് മാതിരി നമ്മൾ അൺനാച്ചുറൽ സ്ക്വാഡ്. അതെ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായ ബന്ധം. ഇങ്ങനെ സ്പീഡിലിട്ടല്ലോ തലടിച്ചിരിക്കുന്നവരിന്റെ ആരും പറ്റൂല. മോനെ 2 3 9 10 good 1 2 hey 2 boys good adi last one aiwa na mote come on see yes 1 2 yes no 9 good yes മൂന്ന് സെറ്റ് അല്ലേടാ കഴിഞ്ഞില്ലേ? 3 സെറ്റ് അല്ലേ? നമ്മളപ്പോ സ്മിത്ത് മെഷീൻ പ്രസ് കഴിഞ്ഞു. നല്ല ഇന്റൻസിറ്റിയിൽ 8 to 10 reps ആണ് ഉദ്ദേശിച്ചത്. അത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഓ മെഷീൻ ഫ്ലാറ്റാ 3 സെറ്റ് അല്ല. മെഷീൻ ഫ്ലാറ്റ് പ്രസ് 3 സെറ്റ് 8 to 100 rep സൂപ്പർ സെറ്റ് വിത്ത് കേബിൾ ക്രോസ് ഓവർ. അടുത്തത് മെഷീനിൽ ഫ്ലാറ്റ് പ്രസും കേബിൾ ക്രോസ് ആയിട്ട് സൂപ്പർ സെറ്റ്. ഒന്നടിക്കുക കേബിൾ ക്രോസ് വരിക, ഫ്ലാറ്റ് അടിക്കുക കേബിൾ ക്രോസ് വരിക.
ടോട്ടൽ 3 സെറ്റാ? ടോട്ടല് 3 ഒരു ഒന്ന് ഇങ്ങനെ അവിടെയും ഇവിടെയും പോയാൽ ഒരു സെറ്റായി. ക്രോസ് ഓവർ സ്ട്രെയിറ്റ് ആണോ? അത് ഇങ്ങോട്ട് ആദ്യം അത് അഡ്ജസ്റ്റ് ചെയ്താളാ. മതി. വെയിറ്റാ? വെയിറ്റ് ചെറിയ വെയിറ്റ് കിട്ടോ. സൂപ്പർ സെറ്റ് അല്ലേ നമ്മള് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന. ഫസ്റ്റ് പ്രസ്, ഫസ്റ്റ് പ്രസ്, പിന്നെ ഇവിടെ വരിക അതടിക്കുക. പക്ഷെ റെസ്റ്റ് കിട്ടോ. പുറത്ത് മഴയായാലും വെയിലായാലും നമ്മൾ കളിക്കും. മഴയായാലും വെയിലായാലും ജിമ്മിന് വാർപ്പൊന്നും ഇല്ലെങ്കിലും മഴ നല്ല അരണ്ടാവും. വാർപ്പില്ലെങ്കിലോ ക്ഷീണാവൂല. നാണ് വന്നു ഇന്റൻസിറ്റിയാ. എല്ലാ വർക്കൗട്ടും ലെഗ് കളിച്ച പേര് വായിക്കുമ്പോ സിമ്പിള് കുറച്ചേ തോന്നുന്നു. ചെറിയ വേരിയേഷൻ ഒക്കെ വരുമ്പോ തീരും. മറ്റേ അപ്പർ അടിച്ചിരുമ്പോള് 2 ഫ്ലോട്ടമ്പലും ഫാസ്റ്റിലും ആ സാധനത്ത് ഒരാഴ്ച കുറച്ച് വോളിയം കയറ്റിയിട്ട് സീനിയർ അല്ലേ, വലിയ ആൾക്കാരെ പ്രതീക്ഷിക്കണം. വെറുതെ പോയി ഇറങ്ങാനാവില്ല. ഈ കാലിക്കറ്റ് എത്രയും വെയിറ്റ് കട്ട് ചെയ്ത് 79 അല്ലേ? ഞാന് ഏത് ഇപ്രാവശ്യോ 80 കാലിക്കറ്റ്. എത്രയും വെയിറ്റ് കറക്റ്റ്? 80. 80 ഇറങ്ങിയത്? 80 പ്ലസ്സിലാ ഇറങ്ങി. 10 കൂടിപ്പോ. അപ്പൊ ഞാൻ 90 ഞാൻ 10 കുറഞ്ഞു. 87 77 ആണോ? ഞാൻ വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത അപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ ഒക്കെ തിന്നിട്ട് ഭയങ്കര ഫാറ്റ് കയറി. അപ്രാവശ്യം കുറച്ച് മുഖമൊക്കെ വീർത്തു പോയിന്. ഹെയർ ഗ്രോത്ത് ആണ് ഭയങ്കര. ഹെയർ ഗ്രോത്ത് എനിക്ക് ഭയങ്കര ഹെയർ ഗ്രോത്ത്. പൊറും കയ്യും പണ്ട് തുടങ്ങിയ സമയത്ത് ഇല്ല. ഈ താടിയൊക്കെ ഈ അടുത്ത് വന്ന അത്ര ഡെൻസ് ആയിട്ട് പിന്നെ എനിക്ക് വന്നിട്ട് തന്നെ ഇല്ല. +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും മീശ മാത്രം. എനിക്ക് മീശ വരും. താടി ഒരു 50 രോമോ ആർക്കും വേണ്ട. എന്തിനും ഒരു അവാർഡ് സിനിമയൊക്കെ കാണാൻ കുറച്ച് ആൾക്കാർ ഇരിക്കില്ലായിരുന്നേ. ഒന്നാന്നല്ലടാ പ്രപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഇവൻ ഫുൾ ഇഞ്ചക്ഷൻ ആർന്ന് കമന്റ് വരില്ലേ, അത് കാണുമ്പോ ഒന്നും അങ്ങോട്ട് പൊട്ടിക്കാനാണ് തോന്നാ. അന്ന് അലീന്റെ കൂടെ ഞാൻ വീഡിയോ ചെയ്തില്ലേ, അതിന്റെ അടിയിൽ ഒരു മഹാൻ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുത്തി വീർപ്പിച്ചവന്മാരായിട്ട് വീഡിയോ ചെയ്യരുത്, അത് നമ്മക്ക് നാച്ചുറൽസിന് പേരുദോഷം പോലും. അങ്ങോട്ട് കുത്തിയാൽ അങ്ങോട്ട് വരും. വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓരോരുത്തർ എയിമല്ലേ, സിമ്പിൾ എയിം ചെയ്യുന്ന വലിയ സ്റ്റേജാ. അയ്യുമ്പോ എന്താക്കാനാ അത് ചെയ്യാണ്ട് പോയിട്ട്? കുതിര ഓട്ടുന്ന മത്സരത്തിന് കുതിരനെ കൊണ്ട് ചെല്ലണം. എയിം ചെയ്യുന്നല്ല, ആഗ്രഹം കൊണ്ട് ചെയ്യാ. പറഞ്ഞ കാര്യം നാട്ടുകാർക്ക് മനസ്സിലാവും. വെയിറ്റ് എത്ര ഉണ്ട്? എത്രയുള്ള നല്ലോണം പോവും. 15 ഇറങ്ങിക്ക പറയണ്ട്. കൊറേ നേരം കണ്ടിന്യൂസ് നീന്താറില്ല ഉള്ളൂ. ഒരു നീന്താറില്ല അന്നെനിക്ക് താങ്ങാനാവില്ല. ടൊളത്തിനടി നല്ല വെയിറ്റ് ഉള്ള ആടത്തൊക്കെ പോട്ടാൻ വെക്കൂ. ഇപ്പൊ ഒഴുക്ക് ലേശം ഒന്ന് കുറഞ്ഞ വക്കത്തുന്നോളാം. ഒന്ന് എടുത്തരും. One, 2, 3, 2. ഇത് കംപ്ലീറ്റ് ആക്കിട്ട് അടിക്കല്ലേ? അങ്ങനെ അടിച്ചോ. 7, 8, 9, 10, 2, 1. അതും 12 അല്ലേ അടിച്ച്? അവിടെ വരിക, ഇവിടെ വരിക, ഇവിടെ വരിക, ഇവിടെ വരിക. അങ്ങനെയൊക്കെ എപ്പോഴും കോമ്പറ്റീഷൻ കണ്ടീഷനിലാന്ന് തോന്നുന്നു. ഇപ്പോഴും ഡ്രൈ അല്ലേ? ഡ്രൈ ആയില്ല, കേറായിട്ടാ തിന്നുന്നുണ്ട്. ഞാൻ പിന്നെ വേനൽക്കാലത്തെ ഡയറ്റ് നോക്കിയിട്ടേ അല്ല, പറ്റുന്നില്ല. ചൂടായിട്ട് തിന്നുമ്പോഴത്തേക്ക് വയ്യാണ്ടാവുക, കുരുവിടുക, അത് നിർത്തിക്കാനല്ലേ. അല്ലാണ്ട് തിന്നാൻ കഴിയൂല. ഞാൻ തന്നെ കുത്തി നിറക്കിയപ്പോ ലിഫ്റ്റ് ചെയ്തേ റൈറ്റ് കുഴപ്പമില്ല. 1 കറക്റ്റ് അല്ലേ? യെസ്. 2 10 1 2 അങ്ങോട്ട് 2 അടിപൊളി.
വെയിറ്റ് കൂട്ടാ അല്ലേ? തീരെ ഇല്ലല്ലോ. ഇത് കുറവാ. നമുക്ക് ഇതും കൂടി ഇടാം. നോക്കണേ. ഗുഡ് വൺ. ലാസ്റ്റ് രണ്ടോട് പോകും. ലാസ്റ്റ് സെറ്റാ. ഒന്ന് മാക്സ് പുഷ് 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 ഒറ്റ പുഷ് പുഷ് പുഷ്. നല്ല രസം. ഓൻ സെറ്റ് അടിക്കുമ്പോഴേ ഓന്റെ മുഖം സൂം ചെയ്ത് നോക്കിട്ടോ. കണ്ണില്ല. വെയിലത്ത് വണ്ടി വിട്ടുന്നാരി ചെറിയ കണ്ണാക്കി. ലാസ്റ്റ് വൺ. മോനെ ഞാൻ പോട്ടെ. അല്ല അടിക്കേ അടിക്കേ കിടക്ക്. ഈ സെറ്റ് കയറിക്കുന്നോ? ഈ സെറ്റില് ഓ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ലെഗ് റൈസ് അല്ലേ? ലെസ്സിൻ ഇല്ലല്ലോ ഇവിടെ. ക്രഞ്ചസിന്റെ മെഷീൻ ഉണ്ടോ എടാ? ഞാൻ അടിച്ചോളാം. ക്യൂരാനും ലെഗ് റൈസ് എല്ലായിട്ടും കാണിച്ചു തരണോ? ലെഗ് റൈസേ ഞാൻ അടിക്കുന്ന സ്റ്റൈലിൽ ക്യൂരാനും മുപ്പര് പറഞ്ഞൊന്നുമില്ല. മുപ്പര് ചോദിക്കാൻ മറന്നുപോയി. നീ റൈസ് ചെയ്താ പോരെ? ഇല്ല നോക്കാൻ നമുക്ക്. എന്താ സ്ഥിതി? അത് എനിക്ക് തോന്നുന്നു എന്റെ ഹൈറ്റിന് വലുപ്പത്തിന് ഈ കുടുങ്ങി പോവും. ആണല്ലേ? 7 8 9 10. Push. ആവട്ടെ. 2. ചെസ്റ്റ് കഴിഞ്ഞു. ലൈറ്റ് ആയിട്ട് ഒരു വർക്കൗട്ട് ആപ്സിന് കൊടുത്തിട്ട് നല്ല വർക്കൗട്ട് ചെയ്യില്ലേ? കാണാന്നില്ല ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഓ അടിപൊളി. ഇപ്പോഴും കണ്ടീഷനിലല്ലേ ഈ? പക്ഷേ അന്നത്തെ ഇല്ല പോയില്ലേ? ഈ ചെസ്റ്റ് നല്ലോണം കളിച്ചാല് തൂങ്ങി നിൽക്കും. നല്ലല്ലേ മസില്? അടിപൊളി. മസില് ഒന്നിച്ചോക്ക്. നല്ല ലാച്ച് ഡെവലപ്പ് ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ റേഷൻ കാട്ടു. അതിന് ശേഷം ആയിണ്ട്. ലാച്ച് കുറവായിരുന്നു എനിക്ക്. അടിപൊളി. അത് കല്ലറയോ? സൈഡ് ചെസ്റ്റ് ഒന്ന് ഇട്ടോക്ക്. അടിപൊളി. ഇങ്ങോട്ട് ചിരിച്ചെടുത്തോ. ചെസ്റ്റൊക്കെ നല്ല ഡെൻസായിണ്ട്. ബാക്കോ? ബാക്ക് തന്നെ ഉണ്ട്. അടിപൊളി. സെറ്റ്. ഇപ്പോഴും ഇതാടാ കുറച്ചൊന്ന് ഈ ലീനായിട്ടുള്ള ഗെയിംസ് ഇട്ടാണ്. ലീനായിട്ടാ കേറുന്നൊക്കെ ഉണ്ട്. എനിക്ക് വെറുതെ തോന്നാം. ഇപ്പോഴും ആപ്സ് ഒക്കെ ഇൻടാക്റ്റാ. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കുറച്ചുകൂടി ഫുഡ് വല്ലാതെ കൊറേ ഫാറ്റ് കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. കൊറേ നമ്മള് ഫാറ്റ് കയറി ഇതാക്കിയിട്ട് കാര്യമില്ല. അതന്നെ കാർബ് അത്യാവശ്യം ലെഗ് ഡേന്റെ അന്നൊക്കെ മാറ്റി മാറ്റി അടിച്ചാണ്. ലെഗ് ഇന്റൻസിറ്റി ബാക്കിന്റെ അന്നൊക്കെ നല്ലോണം കാർബ് എടുക്കാം. അത്യാവശ്യം എത്ര കലോറി ഇൻടേക്ക് ചെയ്താലും ആഴ്ചയിൽ 2-3 മല കയറാൻ പോകും. 7 ദിവസം നീന്താൻ പോകും. അങ്ങനെ എത്ര തിന്നാലും മല കയറിയിട്ട് ആ തിന്ന ഒലിച്ചു പോകും എൻ്റെ മേത്തുനിന്ന്. ഇവിടുത്തെ ടാർസനല്ലേ. അതാണ് ഇപ്പൊ നിങ്ങള് ലെഗ് ഡേന്റെ അന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കാലറി എടുക്കുക. അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് വരുന്ന ഡേയ്സിൽ കൂടുതൽ കാലറി എടുക്കുക സാധാരണ ഡയറ്റിനെക്കാട്ടും. ലെഗ് ഡേ ഒക്കെ വലിയ മസിലല്ലേ, എത്ര കവർ ചെയ്യണം ഇവിടെയൊക്കെ. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം കാലറി വേണം. അപ്പൊ അന്നും ഇതാകുമ്പോഴാണ് നമ്മൾ മെലിഞ്ഞ ഒന്ന് ഇഷ്യൂ വരുന്നത്. ഞാനൊക്കെ അന്ന് കാലറി കൂടുതൽ ചീറ്റ് മീലൊക്കെ എടുക്കും. അങ്ങനെ ചെയ്താൽ മതി. ലെഗ് ഡേ അന്നൊക്കെ അന്നൊരു ചെറിയ ചീറ്റ് കൂടുതൽ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ എന്നും ചീറ്റല്ലേ. പക്ഷെ ലെഗ് കളിക്കണോ നല്ലോണോ. എന്റെ ലെഗ് ഡേ ഒക്കെ നരകാണ്. ആലോചിച്ചൂടാ നാളെ ഇനിയിപ്പോ അതാണ് ഒക്കെ കഴിഞ്ഞിട്ട് ലെഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ചാടി വെക്കുക. മുട്ട് നേരെ മടങ്ങി കുത്തി വെക്കും. എന്തിനാ മോനെ ഇതിന്റെ ആവശ്യം? മോഹൻലാൽ ചോദിച്ചാല്
ഇവള് ഇവിടുന്ന് അടിക്കുക ആപ്സ് ഡിപ്സ് മെഷീൻ. ഓ അങ്ങനെ അതിൽ കൊടുക്കല്ലേ. ആ നീറൈസ് ചെയ്യല്ലേ. ഈ തുടങ്ങിയോ ആപ്സും കൂടെ കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് കുളത്ത് ഒരു പോവല്ലേ. കുളത്ത് പോവല്ലേ. വീട്ടിൽ പോവാ പ്രോട്ടീൻ കുടിക്കാം. കുളത്ത് പോവാ. ഒരു മൂന്ന് സെറ്റ് അല്ലേ. റപ്പോ ഫെയിലിയർ ആക്കാം. 20 ഫെയിലിയറോ. ഞാൻ അതൊക്കെ അടിച്ചിട്ട് എത്രയോ കാലായി. ജസ്റ്റ് ക്രഞ്ചസിന്റെ മെഷീൻ ചെയ്യും. Yes. തല ഇന്നു അടിച്ചോ. ഒഴുക്കുണ്ട്. ഈ കാതിൽ തൂരി കാതിൽ തൂരി എന്റെ ഊരാൻ പറ്റുന്നേ. അടിച്ചില്ലേ നീ? എന്തേ അടിക്കണം. അടിച്ചോ? നല്ല വൃത്തിണ്ട്. കോമ്പറ്റീഷൻ അടിച്ചാലേ പഴുക്കും വിചാരിച്ചിട്ട് ആ സമയത്ത് പിന്നെ അടിച്ചില്ല, പിന്നെ വിട്ടുപോയി. അടിച്ചോ? നല്ല വൃത്തിണ്ട്. ഞാൻ പിന്നെ എനിക്ക് ഇപ്പുറത്തെ കാവ് കുത്തിയാലേ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടാരി ഉണ്ടാവും. 3 എണ്ണോ അതാ കാതിന് കുത്തൂല. മറ്റേ മോഡിഫൈ ഓട്ടോഷോ ആണല്ലേ ഓട്ടോ കൂടെ. കുട്ടാപ്പൂന്റെ ഓരോ തമാശ. ഇത് കഴിഞ്ഞിട്ട് കുളം ഒന്ന് കണ്ടുവരാം. അതിന്റെ പ്രസിദ്ധമായ കുട്ടാപ്പൂ റീലൊക്കെ. തോട്. ആ തോട് വെള്ളമുള്ള ഒരു സ്ഥലം. പോയൊക്കെ റീലൊക്കെ എടുത്ത് ഫേമസ് ആയ സ്ഥലം. പോയോക്കട്ടെ എന്താ സ്ഥിതി. വർക്കൗട്ട് കഴിഞ്ഞു. സ്വന്തണേ ഇതാണ് നാട്. വർക്കൗട്ട് കഴിയുക, റോഡിലൊന്ന് കുളിക്കുക. ഇവന്റെയൊക്കെ ജീവിതമാണ് ജീവിതം. അല്ലാണ്ട് നമ്മളൊക്കെ പോവല്ലേ അങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ഇതൊന്നും എനിക്ക് നീന്താൻ പഠിപ്പിച്ചോണ്ടാ. പോവല്ലേ. അതല്ലേ. അപ്പൊ നമ്മളങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. തോടിലൊരു കുളി. അപ്പൊ മെയിനായിട്ട് എന്താണ് നാട്ടുമ്പുറം വർക്കൗട്ട്. ആ ഒരു നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തത്. സോ അപ്പൊ അതന്നെ നല്ല ഏറ്റവും ബെസ്റ്റ് വൈബ്സ് ആണ് ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ. വർക്കൗട്ട് കഴിഞ്ഞ് വരിക. നമ്മൾ എൻ്റെ വീട്ടിൽ പോയി പ്രോട്ടീൻ ഷേക്ക് എടുത്തു. ഇവിടെ വന്നൊരു കുളി. ഓനെ കാണിച്ചു കൊടുക്കി. എൻ്റെ വക കുളി. അങ്ങനെ എല്ലാം കൂടെ ആണ്. അപ്പോൾ ഇതാണ് വീഡിയോ. സോ വെറുതെ ആവശ്യമില്ലാത്ത ഗോസിപ്പും കാര്യങ്ങളും ഒഴിവാക്കുക. നാച്ചുറലും അൺനാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ബൈ. ബൈ.